ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 7-ലെ 7-ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപദീപ്രാകൃതി ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി സ്തത്തേ വിഭോ ഭാതുമേ. ഈ ശ്ലോകത്തിൽ ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ എത്തിയപ്പോൾ കണ്ട ഭഗവാന്റെ രൂപവർണ്ണനയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത് കോടിലസത് കിരീട കടകാദ്യാകൽപ ദീപ്രാകൃതി. തത്രൈവം, തത്ര ഏവം, തത്ര അവിടെ, ഏവം ഇപ്രകാരം. തത്രൈവം എന്നാൽ ഇപ്രകാരം അവിടെ, ആ വൈകുണ്ഠത്തിൽ, പ്രതിദർശിതേ കാണിച്ചു കൊടുത്ത, ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠത്തിൽ, നിജപദേ അങ്ങയുടെ ആ സ്വസ്ഥാനത്ത്, രത്നാസനാധ്യാസിതം, രത്നാസനം എന്നാൽ സ്വർണസിംഹാസനം അല്ലെങ്കിൽ മണിപീഠം, രത്നാസനാധ്യാസിതം, ആധ്യാസിതം എന്നാൽ ഇരുന്നരുളുന്നതും, സ്വർണസിംഹാസനത്തിൽ ഇരുന്നരുളുന്നതും, ഭാസ്വത് കോടിലസത്ത്, ഭാസ്വത് എന്നാൽ സൂര്യനെ പോലെ, ഭാസ്വത് കോടി, കോടി സൂര്യനെ പോലെ, ലസത്ത് തിളങ്ങുന്ന, കിരീട കടകാദി, കിരീടം കടകം ആദി, ആദി എന്നാൽ മുതലായ, കിരീടം കടകം മുതലായ ആകൽപ ആഭരണങ്ങളാലും, ദീപ്രാകൃതി, ദീപ്രം എന്നാൽ ശോഭിക്കുന്ന, ആകൃതി എന്നാൽ രൂപം, അങ്ങനെ ശോഭിക്കുന്ന രൂപത്തോടു കൂടിയതും. അതായത് ഇപ്രകാരം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠത്തിൽ സ്വസ്ഥാനത്ത് സ്വർണസിംഹാസനത്തിൽ ഇരുന്നരുളുന്നതും, കോടി സൂര്യനെ പോലെ ശോഭിക്കുന്ന, കിരീടം കടകം മുതലായ ആഭരണങ്ങൾ ധരിച്ച് ശോഭിക്കുന്ന രൂപത്തോടു കൂടിയതും ആയ ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപ മൈക്ഷതവിധി സ്തത്തേ വിഭോ ഭാതുമേ. ശ്രീവത്സാങ്കിതം മാറിൽ ശ്രീവത്സം എന്ന മറുകിനെ അടയാളപ്പെട്ടതും, ആത്ത കൗസ്തുഭമണി, കൗസ്തുഭമണി എന്നാൽ കൗസ്തുഭരത്നം, ആത്ത കൗസ്തുഭമണി, കൗസ്തുഭമണി ധരിച്ചിട്ടുള്ളതും, ഛായാരുണം, അരുണം എന്നാൽ ചുവപ്പ്, ഈ കൗസ്തുഭമണി ധരിച്ചിരിക്കുന്നതിനാൽ ചുവപ്പ് ഛായയോടു കൂടിയതും, ചുവപ്പ് നിറത്തോടു കൂടിയതും, കാരണം വിശ്വേഷാം, വിശ്വേഷാം എന്നാൽ വിശ്വങ്ങൾക്കെല്ലാം കാരണമായതും ആയ, തവ രൂപം, തവ അങ്ങയുടെ രൂപം, ആ സ്വരൂപം, ഐക്ഷതവിധി, ഐക്ഷത കണ്ടു, വിധി, വിധി എന്നാൽ ബ്രഹ്മാവ് എന്നിവിടെ അർത്ഥം. അപ്പോൾ മാറിലെ ശ്രീവത്സം എന്ന അടയാളത്താലും കൗസ്തുഭമണി അണിഞ്ഞതു കാരണം ശോഭയുള്ള ചുവപ്പ് നിറത്തോടു കൂടിയതുമായ, എല്ലാ ലോകങ്ങളുടെയും ഉൽപ്പത്തിക്ക് തന്നെ കാരണവുമായ അങ്ങയുടെ ആ തേജോമോഹന രൂപം അവിടെ ആ വൈകുണ്ഠത്തിൽ ബ്രഹ്മാവ് കണ്ടു. തത്തേ വിഭോ ഭാതു മേ. തത്തേ, തത്ത് ആ, തേ അങ്ങയുടെ, അങ്ങയുടെ ആ രൂപം, വിഭോ അല്ലയോ ഭഗവാനെ, ഭാതു മേ, മേ എന്നാൽ എനിക്കും, ഭാതു കാണിച്ചു തരണമേ. ആ തേജോമോഹന രൂപം അവിടെ ആ വൈകുണ്ഠത്തിൽ ബ്രഹ്മാവ് കണ്ട ആ രൂപം എനിക്കും കാണിച്ചു തരണമേ എന്നാണ് ഈ രണ്ടാമത്തെ 2 വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇപ്രകാരം അവിടെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠത്തിൽ സ്വർണസിംഹാസനത്തിൽ ഇരുന്നരുളുന്നതും, കോടി സൂര്യനെ പോലെ ശോഭിക്കുന്ന, കിരീടം കടകം മുതലായ ആഭരണങ്ങൾ ധരിച്ച് ശോഭിക്കുന്ന രൂപത്തോടു കൂടിയതും ആയതും,
ശ്രീവത്സം എന്ന അടയാളത്തെ മാറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതും കൗസ്തുഭമണി അണിഞ്ഞതു കാരണം ശോഭയുള്ള ചുവപ്പ് നിറത്തോടു കൂടിയതുമായ എല്ലാ ലോകങ്ങളുടെയും ഉൽപ്പത്തിക്കും കാരണമായ അങ്ങയുടെ ആ തേജോമോഹന രൂപം അവിടെ ആ വൈകുണ്ഠത്തിൽ ബ്രഹ്മാവ് കണ്ടു. ആ രൂപത്തെ എനിക്കും കാണുമാറാക്കണേ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത് കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി സ്തത്തേ വിഭോ ഭാതു മേ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത് കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി സ്തത്തേ വിഭോ ഭാതു മേ. എട്ടാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.